അവരവർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ വലുതാണ്. അങ്ങനെ പ്രശ്നങ്ങൾ വലുതാണോ ചെറുതാണോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ കഴിവുകേടും അനുസരിച്ചാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം പ്രശ്നങ്ങളെക്കാൾ ഉപരി കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിടികിട്ടിയ എല്ലാവരും പറഞ്ഞാൽ എന്താണ്? എല്ലാ മനുഷ്യരും പറയണത്, എൻ്റെ അമ്മോ എനിക്കുണ്ടായ അത്രയും സങ്കടം ലോകത്തൊരിടത്തും ആർക്കും ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. എല്ലാവരും പറയുക കാര്യം എനിക്കുണ്ടായ അത്രയും വിഷമം ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല, അങ്ങനെ എല്ലാവരും പറയും. അപ്പോഴേ എല്ലാവർക്കും എല്ലാവരുടെയും സങ്കടം ഏറ്റവും വലുതാണ്. അപ്പോൾ നിന്നെപ്പോലെയാണോ എനിക്ക്, എന്നെപ്പോലെയാണോ നിനക്കെന്നൊക്കെ ചോദിക്കും, കമ്പയർ ചെയ്യും. സങ്കടങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സങ്കടം കമ്പയർ ചെയ്യണത് ഓരോ മനുഷ്യൻ്റെ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അടിസ്ഥാനപ്പെടുത്തിയാണ്. ചിലർക്ക് നല്ലവണ്ണം പിടിക്കാനുള്ള കഴിവുണ്ട്. മാനുഷികമായിട്ട് തന്നെ ചിലർക്ക് സങ്കടങ്ങളെ പിടിക്കാൻ നല്ല കഴിവുണ്ട്, ചിലർക്ക് ഒരു കഴിവുമില്ല. മാനുഷികമായിട്ട് ഇപ്പോൾ തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഒരപ്പച്ചൻ പറഞ്ഞത് എന്താണ്? ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ്. എന്തിനാണ്? മറ്റുള്ളവരുടെ പിരിഞ്ഞു പോയവരുടെ, എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോയവരുടെ അവസാന കുഴിക്കൽ മണ്ണ് വാരി ഇടാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനവർക്ക് ആ വീട്ടിലെ 4 പേര് ആണ് അപ്രത്യക്ഷമായത്, പിരിഞ്ഞു പോയത്. എന്നിട്ട് ഈ അപ്പൻ ഒറ്റക്ക് അത് താങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്, ആ പിരിഞ്ഞുപോയി വിട കൊണ്ടുപോയ ആ 4 പേരുടെ നിശ്ചലമായ ശരീരത്തിൽ മണ്ണ് ഇട്ട് വിട കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളെല്ലാവരും പിരിഞ്ഞുപോയ നിങ്ങൾക്ക് ചിലർക്ക് പിന്നെ എന്തിനാ ജീവിക്കണം തോന്നും, അല്ലേ? പിന്നെ എന്തിനാ ജീവിക്കണം തോന്നും. ഇപ്പം കുഞ്ഞുങ്ങൾ മരിച്ചാൽ പോലും ഇപ്പോഴേ ഈ വീട്ടുമാംസം കൊടുത്ത കുഞ്ഞുങ്ങളുണ്ടാകും. വീട്ടുമാംസം കൊടുത്ത കുഞ്ഞുങ്ങൾ, വീട്ടുമാംസം എന്ന് പറഞ്ഞത് വീട്ടിൽ മാമോദിസ കൊടുക്കും. കാര്യം പ്രസവിച്ച ഉടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം അത് കുറവാണ്. ഇപ്പം ഭയങ്കര ട്രീറ്റ്മെൻറ്റും ചൈൽഡ് കെയറും ഒക്കെ ഉള്ള കാരണം ഒത്തിരി മാലാഹപ്പെട്ടിയൊന്നും കാണുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴും മാലാഹപ്പെട്ടിയുടെ ഘോഷയാത്രയായിരുന്നു. ഇപ്പം ആരോഗ്യം, നമ്മുടെ പരിപാലന രംഗം എന്തുമാത്രം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ആശാപ്രവർത്തകരും നിങ്ങളവർക്കും ആശാപ്രവർത്തകർക്ക് വരുമ്പോൾ അവർക്ക് വരെ പണിയൊന്നുമില്ല, ശമ്പളം മേടിക്കാൻ. പക്ഷേ അവർ ആണ് അടിസ്ഥാന പ്രവർത്തകർ. അങ്ങനെ എല്ലാം സമൂഹത്തിൽ ചില അതുകൊണ്ടാണ് ഈ മാലാഹപ്പെട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു 10 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ, ഒരു 60കളിലൊക്കെ 10 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിൻ്റെ അകത്ത് 5 മരിച്ചിരിക്കും, ഗർഭിണി ഉൾപ്പെടെ മരിക്കും. അങ്ങനെ എണ്ണം കൂടെയാണ്. വളരെ പണ്ടത്തെ അപ്പാവന്മാരൊക്കെ 3 കെട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. പണ്ടത്തെ ചരിത്രത്തിൽ നോക്കിയാൽ മതി. ഒരു പുരുഷന് ഒരിക്കലും പ്രശ്നമില്ല, പ്രസവിക്കുന്ന ചേച്ചിമാർക്കേ പ്രശ്നമുള്ളൂ. നിങ്ങളൊക്കെയാണ് ഈ കാലത്ത് രക്ഷപ്പെട്ടെന്ന് പറയാം. എന്നുവെച്ചാൽ ഒരു പണ്ടത്തെ അപ്പാവന്മാർ ചരിത്രം കേട്ട് കഴിഞ്ഞാൽ ഒരാൾ 4 കെട്ടി 3 കെട്ടിയെന്ന് വെച്ചാൽ ഒരാൾ ആ സ്ത്രീ ആ വൈഫ് മരിച്ചിട്ടാണ് ഒരാളെ കെട്ടണത്. അങ്ങനെ 3 കുടി 4 കുടി എന്നൊക്കെ പറയും. അതൊക്കെ എന്ത് വ്യത്യാസമുണ്ടായി ആ മേഖലയിൽ ഗൈനക്കിൻ്റെ മേഖലയിൽ ഭയങ്കരമായ ഗ്രോത്ത്, സംരക്ഷണം വന്നു. ആ മെഡിക്കൽ സെറ്റപ്പ്, അവിടെ പ്രവർത്തിക്കുന്നവർ, നഴ്സുമാർ, ഡോക്ടർമാർ,
അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം ഞാൻ പെട്ടെന്ന് മരിച്ചിട്ടുള്ള പ്രസവിച്ച് മരിച്ച കുഞ്ഞുങ്ങളുടെ കുറേ പിണമെടുത്തിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. ഇപ്പം കുറവാണെന്നേ ഉള്ളൂ ആദ്യകാലങ്ങളിൽ. അപ്പോൾ പ്രസവിച്ച് ആരും ആ വീട്ടിൽ നിലവിളിക്കത്തില്ല. ആ വീട്ടിലാരും നിലവിളിക്കത്തില്ല. അച്ഛൻ കളർ ഉടുപ്പൊക്കെ ഇട്ടാണ് പോണത്, വെള്ള ഉടുപ്പ്. അല്ലാതെ പ്രായമുള്ളവർ മരിക്കുമ്പോൾ ഞങ്ങൾ വയലറ്റ് ഉടുപ്പിട്ടാണ് പോണത്. കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നല്ല പളപള തിളങ്ങുന്ന ദൈവദൂതന്മാരുടെ പോലെയുള്ള ഉടുപ്പിട്ടാണ് പോണത്. അപ്പോൾ അടക്കണത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ആരും കരയത്തില്ല. കാര്യം ആ കുഞ്ഞുമായിട്ട് ആർക്കും ബന്ധമില്ലല്ലോ. പ്രസവിച്ച് മരിച്ചു. പക്ഷെ ഒരാൾ കരയും. ആരാണ് കരയണത്? അമ്മ കരയും. അത് നമുക്ക് കാര്യം അവർ ആ 10 മാസം ഇവനെ ചുമന്നുകൊണ്ട് നടന്നപ്പോൾ കുഞ്ഞുമായിട്ടുള്ള ജീവിതവും എല്ലാം അവർ അവിടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഗമല്ലേ. അപ്പോൾ അവർ മാത്രം ഇരുന്ന് തേങ്ങി തേങ്ങി കരയണ കാണാം. നമ്മളവരെ പോയി കൊട്ടി ആശ്വസിപ്പിക്കും. സിമിത്തേരിന്നൊക്കെ പോരുമ്പോഴും ചിലർ വീട്ടിൽ സിമിത്തേരോട് വരത്തില്ല. ഈ മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ ഞാൻ കുറേ നിന്നിട്ടുണ്ട്. അതൊരു സുവിശേഷ വേലയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഈ അപ്പാപ്പൻ്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങളോർത്ത് ഞാൻ വിഷയത്തിൽ നിന്ന് പോന്നിട്ടില്ല. ആ വയനാട് ഉരുൾപൊട്ടലിൽ 4 പേരും മരിച്ച് അപ്പാപ്പൻ മാത്രം അവശേഷിക്കുന്നു. അപ്പാപ്പനെന്നും അങ്ങനെ പറയണ്ട്, ഞാൻ മാത്രം ഉദകക്രിയ അവസാന ക്രിയ ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചെന്നു. അപ്പോൾ അത് അപ്പാപ്പന് നല്ല പവറാണ് ശരിക്കും. ഈ സങ്കടങ്ങളെ കുറേ സങ്കടം അനുഭവിച്ച ആളായിരിക്കും പണ്ടേ, ജീവിതത്തിൽ തീയിലൂടെ വന്ന ആളായിരിക്കും. അതുകൊണ്ടാണ് ഈ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കണത്. അപ്പം അങ്ങനെ മനുഷ്യർ നിൽക്കും. തീയിലൂടെ വന്നവർ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കും. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ വ്യത്യാസം വരും. ക്രിസ്ത്യാനിറ്റി സഹനത്തിന് സഹിക്കാനൊരു കഴിവല്ല നോക്കണത്. ക്രിസ്ത്യാനിറ്റി കഴിവാണ് എവാലുവേറ്റ് ചെയ്യണത്. പക്ഷേ സഹിക്കാനുള്ള കഴിവിനല്ല ഇവാലുവേറ്റ് ചെയ്യണത്. മറിച്ച് ഈ അപ്പാപ്പൻ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ, ക്രിസ്ത്യാനി ആയിട്ട് കാര്യം അറിഞ്ഞില്ലെങ്കിൽ കഥയില്ല. ഇതിൻ്റെ ക്രിസ്ത്യൻ ടെക്നിക്സ് ഉണ്ട്. ക്രിസ്ത്യൻ അതായത് അതിൻ്റെ ഒരു തന്ത്രവിദ്യ എന്ന് പറയും, ടെക്നിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹനത്തെ കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ കഴിവ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ക്രിസ്ത്യാനിറ്റിയെ മറ്റ് വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കൺവേർഷൻ നല്ല ശരിക്കും നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങളെ കൺവേർട്ട് ചെയ്തിട്ടല്ലേ, മെറ്റാബോളിസത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ കൺവേർട്ട് ചെയ്യുകയല്ലേ ബോഡി ചെയ്യേണ്ടത്. എന്നിട്ട് ബ്ലഡിനാവശ്യം അത് ബ്ലഡിലേക്ക് ലയിപ്പിക്കുന്ന ബ്ലഡിനാവശ്യമായ മിനറൽസ് കൊണ്ട് ബോഡിയുടെ കോശങ്ങളെ അത് വലുതാക്കുന്നു. ബോഡിയുടെ കോശങ്ങൾ ഈ മിനറൽസ് സ്വീകരിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ആവുന്നു. അങ്ങനെ ബോഡി വലുതാകുന്നു. അങ്ങനെയല്ലേ ശരീരം വലുതായി വരുന്നത്. ഇപ്പോൾ കൺവേർഷനാണ് നടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന പയറായിരിക്കും, അതിന് പയറും ആയിരിക്കും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ദഹന പചന പ്രക്രിയയിൽ അതിനെ ആ മെറ്റാബോളിസത്തിൻ്റെ പചന പ്രക്രിയയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് മിനറൽസ് മാത്രം രക്തം എടുക്കും. ഇതിൻ്റെ മിനറൽസ്, പ്രോട്ടീൻ അങ്ങനെയുള്ള സംഭവത്തിൽ അതെടുത്തിന് പൊട്ടാസ്യം, ഫോസ്ഫേറ്റ് എല്ലാം രക്തമെടുത്തിട്ട് ഈ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഒക്കെ ആവശ്യമായ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോശങ്ങളുണ്ട്. കണ്ണിൻ്റെ കോശം വേറെയാണ്, ചെവിയുടെ കോശം വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ കോശങ്ങളിലേക്ക് കറസ്പോണ്ടിങ് കോശങ്ങളിലേക്ക് സെൻഡ് ചെയ്യും, എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ
കൈയുടെ കോശങ്ങൾക്ക് ആവശ്യമുള്ളത് കാതിന് ആവശ്യം ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഏതെങ്കിലും വൈറ്റാമിൻ ഡെഫിഷ്യൻസി എന്നും പറഞ്ഞ് അവർ പറയും. എന്നിട്ട് അതിനൊരു സപ്ലിമെൻ്റൊക്കെ തരും, ബാലൻസ് ചെയ്യാൻ വേണ്ടി തരണതാണ്. വിറ്റാമിൻ ഗുളിക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് നോക്കിയിട്ട് ചെയ്യണതാണ് അവർ. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് മെഡിസിൻ അങ്ങനെ ചെയ്യണത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു സ്പിരിച്വൽ മെക്കാനിസം, ഒരു മെറ്റാബോളിസം ഉണ്ട്. അത് ആധ്യാത്മികമായ പചന പ്രക്രിയ. അത് പലപ്പോഴും വരണത് നമ്മുടെ അനുഭവങ്ങളായിരിക്കും. അനുഭവങ്ങളാണ് ആത്മാവിൻ്റെ ആഹാരം എന്ന് പറയണത്. അനുഭവങ്ങൾ ചിലപ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കും, ചിലപ്പോൾ സന്തോഷ അനുഭവങ്ങളായിരിക്കും, ചിലപ്പോൾ സങ്കട അനുഭവങ്ങളായിരിക്കും. അനുഭവങ്ങളെ എങ്ങനെ ഒരു പചന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു എന്നുള്ളത് ക്രിസ്ത്യൻ ആധ്യാത്മിക ശാസ്ത്രം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അനുഭവങ്ങൾ, ഇപ്പോൾ നല്ല അനുഭവങ്ങൾ, പരീക്ഷ ജയിച്ചു, ആ പരീക്ഷ ജയിച്ചത് അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ബേസിക് എന്താണ്? സന്തോഷം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വിസ കിട്ടി, സന്തോഷം. അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു നമ്മൾ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കിട്ടി, നമുക്കുണ്ടാകുന്ന വികാരം എന്താണ്? സന്തോഷം. ഈ സന്തോഷത്തിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? സന്തോഷം ബേസിക്കായിട്ട് വെറുതെ സന്തോഷമായിട്ട് തന്നെ ഇരുന്നാൽ ചോറായിട്ട് തന്നെ ഇരിക്കും, സാമ്പാർ തന്നെ ഇരിക്കും. വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ദഹിക്കാതെ അജീർണം വെക്കും, അല്ലേ? അജീർണം വരും. ദഹിക്കാത്ത പക്ഷം അജീർണം വരും. ഇതുപോലെ ദഹിക്കാത്ത സന്തോഷമുണ്ട്. അതായത് അനാവശ്യമായ സ്ഥലത്തേക്ക് ചെല്ലണ വികാരങ്ങൾ, ആവശ്യ സ്ഥലങ്ങളിലേക്ക് ചെല്ലണ വികാരമുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത് ജോസ്മി ഷിബുവിൻ്റെ വിഷയം എന്ന് പറയുന്നത്, അവൾക്ക് 2 കിഡ്നിക്കും പ്രോബ്ലമാണ്. 2 കിഡ്നിയുടെ പ്രോബ്ലം കിഡ്നിയുടെ തനത് പ്രശ്നങ്ങളല്ല, മറിച്ച് യൂറിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലമാണ്, മൂത്രസഞ്ചിയുടെ പ്രശ്നമാണ്. മൂത്രസഞ്ചിയുടെ ബലം, അതിനൊരു പിടിച്ചെടുത്താനുള്ള ബലം കുറഞ്ഞു പോകുന്നു. ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റബ്ബർ പോലെ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അതിനകത്ത് നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പവർ കുറഞ്ഞു പോയിട്ട് അതിങ്ങനെ ഒരു ബ്ലഡി ലുക്കായി, രക്തത്തിൻ്റെ ഒരു ലുക്കായി, ഒരു നമ്മൾ ചുവപ്പ് ബലൂൺ വീർപ്പിച്ച് കിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായി. അപ്പോൾ ഇത് ഭയങ്കര സീരിയസ് വിഷയമായപ്പോൾ ഇത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായത്, ഈ 2 കിഡ്നിയുടെ നിന്ന് നമ്മളുടെ ഈ ബ്ലാഡറിലേക്ക് പോകുന്ന ആ മൂത്രനാളി ബ്ലോക്കായിരിക്കുകയാണ്. ബ്ലോക്കാകുമ്പോൾ മൂത്രനാളിലേക്ക് കിഡ്നിയിൽ നിന്ന് പോണത്, അരിച്ചു പോണത്, അതിന് പകരത്ത് റിട്ടേൺ അടിച്ചിട്ട് മറ്റേ വലത് കിഡ്നിയിലേക്ക് അത് പോവും. ആ മൂത്രം വലത് കിഡ്നിയിലേക്ക് കയറിപ്പോവും. ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും പ്രോബ്ലം. അവസാനം ഇവരുടെ കിഡ്നി ഒരെണ്ണം മുറിച്ച് മാറ്റേണ്ടി വന്ന്, അത്രയും സീരിയസ് ആയ വിഷയം. ഒരു കിഡ്നി മുറിച്ച് മാറ്റി. അപ്പോൾ അതിൻ്റെ ആ ബ്ലോക്കും എല്ലാം ഉൾപ്പെടെയുള്ള നാളികളാണ് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ പോയി, അവൾ 3-4 ദിവസം ആശുപത്രി കിടന്ന് ഭയങ്കര വേദനയൊക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് ഇത് തീർത്തത് ഒരു കണക്ക്. എന്നാലും ഇപ്പോഴും കിഡ്നിയില്ല, നാളിയും ഇല്ലാത്ത രീതിയിൽ നിൽക്കുക. ആ അവസ്ഥയിൽ ജോസ്മി പിന്നേക്ക് ചെയ്യണത്, പിന്നെയും പഴയതുപോലുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ്, മൂത്രനാളി ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ്, ബ്ലാഡർ, മൂത്രനാളില്ല, മൂത്രസഞ്ചി ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ്. അതിന് ഇനി ചെയ്യാനുണ്ടെങ്കിൽ കുടൽ മുറിക്കണം. കുടലിനെ മുറിച്ച് അതിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ട് മൂത്രസഞ്ചിയിൽ
തുന്നിപ്പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ, അത് മേജർ ഓപ്പറേഷനാണ്, കുറേ സമയമെടുക്കുമെന്നൊക്കെ പറഞ്ഞ്. അത് ഭയങ്കര പാടാണ്. കാര്യം ഇപ്പോൾ മറ്റേ മൂത്തൊന്നാളിക്കും ബ്ലോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ആകപ്പാടെ ജീവിതം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഈ സംഭവം. ഇപ്പം ഇത്രയും മൂർധന്യത്തിലായപ്പോൾ അടുത്ത കിഡ്നിയും കൂടി നഷ്ടപ്പെടുമെന്ന് ജോസ്മിക്ക് തോന്നിയപ്പോൾ അപ്പോഴാണ് അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പോൾ രണ്ട് ഈ ലോകചരിത്രം പോലെ ഇരിക്കുകയാണ്. ഇപ്പോൾ ലോകചരിത്രം യേശുക്രിസ്തുവിന് നമ്മൾ കർത്താവിന് AD BC എന്നൊക്കെ പറയത്തില്ലേ, ബിഫോർ ക്രൈസ്റ്റ്, അന്നോദ്വമിനി എന്നൊക്കെ പറയും. അത് കർത്താവിൻ്റെ വർഷവും കർത്താവിന് മുമ്പുള്ളതും. ചിലരുടെ ജീവിത ചരിത്രം നോക്കാനാണെങ്കിൽ അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണതിന് മുമ്പ് കേട്ടതിന് ശേഷവും വ്യത്യാസമുണ്ട്. അതാ വിഷയം. അത്രയും ഉടമ്പടി ഒരു ഡിസിസീവ് പോയിൻ്റ് ആകുന്നുണ്ട്.